ഹലോ ഗൈസ്, ഓണൊക്കെ എങ്ങനെ പോകുന്നു ചോദിക്ക്. ഓണായിട്ട് എന്താ വിശേഷം നോക്കി? എല്ലാവർക്കും സുഖാണോ നോക്കി? അപ്പൊ നമ്മൾ ഇന്നലെ തൃജുവിന്റെ ഇങ്ങോട്ടൊക്കെ അപ്പൊ നമ്മൾ ഇന്നലെ ഇവിടെ ഓണമെല്ലാം കഴിഞ്ഞ് ഇന്ന് നമ്മൾ വാളടയ്ക്ക് പോകും അല്ലേ? ഹായ് ഗായ്സ്, അപ്പോൾ തൃജു പറഞ്ഞ പോലെ തന്നെ ഉത്രാടമൊക്കെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആഘോഷിച്ചിട്ട് തിരുവോണത്തിന് ഞാനും തൃജു ഹസ്ബൻഡും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ ഓണാണെങ്കിലും വിഷു ആണെങ്കിലും ഫസ്റ്റത്തെ ഡേ ആണ് ആഘോഷിക്കുക. അതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് എൻ്റെ വീട്ടിലേക്ക് പിറ്റേന്ന് പോവാം കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു 1.5 കൊല്ലമായിട്ട് ഓണവും വിഷു ഒന്നും ഇല്ലായിരുന്നു. കാരണം ഇപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ടും പിന്നെ അവിടെ അമ്മേൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ടൊന്നും ഞങ്ങൾ വീട്ടിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയാണെങ്കിൽ അതേ കാരണം തന്നെ പിന്നെ വീടും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അച്ഛൻ മരിച്ചിട്ട് 1 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയ വീട് എടുത്തത്. അതുകൊണ്ട് തന്നെ എത്രയോ കാലത്തിന് ശേഷമുള്ള ഒരു ഓണാഘോഷമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഓണത്തിനും വിഷുവിനൊക്കെ എല്ലാവരും സ്വന്തം വീട്ടിൽ പോകുമ്പം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് സ്വന്തം വീടില്ല എന്നുള്ളൊരു കാര്യം, അതുപോലെ തന്നെ അച്ഛനില്ല എന്നുള്ളൊരു കാര്യം, അതൊക്കെ കൊണ്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ ഒരു വിഷമം ഉണ്ട്. നമ്മളിപ്പം എല്ലാവരും വിചാരിക്കും ഇപ്പം അച്ഛനില്ലെങ്കിലും അവരങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുമായിരിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമം മനസ്സിലുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു വിഷമം കാണിച്ച് നിന്ന് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും, അതായത് ഇപ്പോൾ അമ്മയും അച്ഛമ്മയാണ് വീട്ടിലുള്ളത്, അപ്പോൾ അവർക്കൊരു സന്തോഷമാവട്ടെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവരും ഇപ്പം അമ്മയാണെങ്കിലും ഒക്കെ ഒട്ടും ഓക്കെ അല്ല ഇപ്പം അച്ഛനില്ലാത്തത് കൊണ്ട്, അച്ഛമ്മയാണെങ്കിലും. പക്ഷെ നമ്മളിപ്പോൾ അവരെ മുന്നിൽ വിഷമിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ആകെ ഒരു മൂഡ് ഓഫ് ആയിരിക്കും. അപ്പോൾ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ ഞാൻ എത്തിയപ്പോൾ തന്നെ ചായയൊക്കെ കുടിച്ച് ഡ്രസ്സൊക്കെ മാറ്റി എൻ്റെ പണി തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ പറയുകയാണ്, അവിടുന്ന് പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് അടുത്ത് ഇപ്പോൾ ഇവിടുത്തെ പണിയാണെന്നിങ്ങനെ പറയായിരുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ അവിടെ പിന്നെ ഞാൻ തലേന്ന് ഞാനും അമ്മയൊക്കെ കുറേ സെറ്റാക്കി വെച്ചുകൊണ്ട് പിറ്റേന്ന് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നാൽ ഇവരും കുറേ എന്തൊക്കെയോ തലേന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലറ ചില്ലറ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ മെയിൻ പരിപാടിയായ തേങ്ങച്ചെരവിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഓരോ ചെറിയ ചെറിയ മെമ്മറീസൊക്കെ ഇങ്ങനെ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോഴത്തേക്ക് പിന്നെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതായത് അച്ഛൻ്റെ പെങ്ങളും മോള് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരേ ഡ്രസ്സാണ് കേട്ടോ. പിന്നെ അവരെ 2 മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചേച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാണ്. ഞാൻ ചിക്കൻ നന്നാക്കാണ്ട്, നിങ്ങൾ ആരും എന്നെ തെറി വിളിക്കരുത്, ഓണത്തിന് ചിക്കനോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ ഓണത്തിന് ചിക്കനൊക്കെ വാങ്ങാറുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ട് എൻ്റെ വീട്ടിലങ്ങനെ വാങ്ങലില്ലായിരുന്നു, ഞങ്ങൾ കല്യാണത്തിന് ശേഷമാണ് വാങ്ങാറ്. എല്ലാവരും ഉള്ളതുകൊണ്ട് പിന്നെ ചിക്കനും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കനൊക്കെ നന്നാക്കുകയാണ്. പിന്നെ ഉണ്ടല്ലോ, ഇന്ന് വേറൊരു സ്പെഷ്യൽ ഡേയും കൂടെയാണ്. വേറൊന്നുമല്ല, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല, ഇന്നലെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഞങ്ങളുടെ, ഇന്ന് ബർത്ത്ഡേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഡേയും കൂടിയാണ് ഇന്ന്. അപ്പം ഹസ്ബൻഡാണെങ്കിൽ ഇന്ന് ഓണവും എല്ലാം കൂടെ മിക്സായിട്ട് പിന്നെ ഓരോ തിരക്കൊക്കെ ആയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും വാങ്ങിത്തരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ പുറത്തേക്ക് വിളിച്ച് കൊണ്ടുപോയ ആൾ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ജസ്റ്റ് ഇങ്ങനെ പുറത്ത് കേക്ക് കിട്ടുമോ നോക്കാൻ വേണ്ടിയാണ് ഹസ്ബൻഡ് പോയേ. പക്ഷേ കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് ഇട്ട ആ ഡ്രസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ പോയിട്ടോ ഞാനും ഹസ്ബൻഡും കൂടെ. അപ്പോൾ അവളെ മോനെ ഇവിടെ നിർത്തിയിട്ടാണ് പോയത്. അപ്പോൾ അവളെ വീട്ടിൽ പോയി അവിടുന്ന് ചായയൊക്കെ കുടിച്ച് അവിടുത്തെ പൂക്കളൊക്കെ കണ്ട് അപ്പോഴത്തേക്കും പിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചു കേട്ടോ, മോൻ കരയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ വേറെ എവിടെയോ പോയി എന്ന് വിചാരിച്ചിട്ടാണ്, അവനെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കുട്ടികളെയൊക്കെ കണ്ടിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് പിന്നെ എന്നെ അവിടെ ആക്കിയിട്ട് ഹസ്ബൻഡ് പോയേ, വേറെ എവിടെയല്ല, കേക്ക് കിട്ടുമോ നോക്കിയിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മളെ വാളാട് ടൗണിലൊന്നും കേക്കില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നില്ലെങ്കിൽ മാനന്തവാടി അല്ലെങ്കിൽ തലപ്പുഴയൊക്കെ പോകണം, ഇവിടെ നിന്ന് 1/2 മണിക്കൂർ പോകണം. എന്നിട്ട് കേക്കിന് വേണ്ടിയിട്ട് അത്രയും ദൂരം പോയതാണ്. അപ്പോഴാണ് എൻ്റെ അനിയത്തി എന്നെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അവളോട് ഞാൻ അങ്ങനെ പറഞ്ഞു, എടി ഹസ്ബൻഡ് കേക്കിന് ഇതിനായിട്ട് ഇങ്ങനെ കേക്ക് വാങ്ങാൻ പോയതാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ കേക്ക് വാങ്ങല്ലേ എന്നിട്ടോ. ആൾ ഓൾറെഡി സർപ്രൈസായിട്ട് എനിക്ക് വേണ്ടി കേക്കൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് ഞാൻ അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഹസ്ബൻഡ് പോയി അവിടുന്ന് എനിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. കേക്ക് ഇവൾ വാങ്ങിയതുകൊണ്ട് വെറുതെ 2 കേക്കിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഗിഫ്റ്റ് എനിക്ക് അന്നേരം തന്നില്ല, ഹസ്ബൻഡ് പോകാൻ നേരത്താണ് തന്നത്. ഞാനാണെങ്കിൽ ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എന്തൊക്കെയായി നോക്കിയതാണ്. അവിയൽ, ചിക്കൻ കറി, അതുപോലെ തന്നെ സാമ്പാർ, പായസം,
കൂട്ടുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബാക്കി എല്ലാ സദ്യേൻ്റെ ഐറ്റംസും പച്ചടി, പുളിങ്കറി, ഉപ്പേരി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചിമാരും അതുപോലെ പിന്നെ ഉണ്ടല്ലോ എൻ്റെ അച്ഛൻ്റെ പെങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്, ഞങ്ങൾ 2 പെൺകുട്ടികളാണ് കേട്ടോ. പക്ഷെ അവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അതായത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ ഇളയ മോളെ കല്യാണം കഴിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോനാണ്. അതായത് ചേച്ചിയും അനിയത്തിയും കല്യാണം കഴിച്ചത് ഏട്ടനെയും അനിയനെയാണ് കേട്ടോ. ഞങ്ങൾ അവിടെയും തൊട്ടടുത്താണ്, ഇവിടെയും തൊട്ടടുത്താണ്. ഇവിടെ ഞങ്ങൾ എത്രയോ വർഷമായിട്ട് ഒരുമിച്ച് നടന്ന ആൾക്കാരായിരുന്നു. കല്യാണം കഴിഞ്ഞത് ആദ്യം ചേച്ചീൻ്റെയാണ്, അത് കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങളത് കഴിഞ്ഞത്. ഞങ്ങളെ മനസ്സ് പോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ ആയിട്ടോ. അപ്പോൾ അതിവിടെ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് പിന്നെ അച്ഛന് വേണ്ടിയിട്ട് ഞങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പോയേ. അപ്പോൾ ഇന്ന് കുറച്ച് നബിദിന ആയതുകൊണ്ട് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വേഗം പോയത് കേട്ടോ. അല്ലെങ്കിൽ ഇന്നിവിടെ സ്റ്റേ ചെയ്യായിരുന്നേ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അനിയത്തിയൊക്കെ വന്നു. അനിയത്തിയും അതുപോലെ തന്നെ എൻ്റെ കസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അവർ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നായിരുന്നു. ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അവളെ കൂടെ അവരുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയി. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുമാത്രമല്ല അവിടെ പിന്നെ പ്യുവർ സദ്യയായിരുന്നേ. അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് പിന്നെ ഇനി മേക്കപ്പൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഫ്രഷ് ആയിട്ടൊന്ന് ഉറങ്ങണം. അപ്പം ഞങ്ങളുടെ ഓണം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം നിങ്ങളുടെ ഓണം എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.